അസ്സലാമു അലൈക്കും. അപ്പുസ് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമുക്ക് നെയ്യ് എടുക്കണ ജോലി കേട്ടോ. ഒരു വീഡിയോ ആണ് നിങ്ങളെ മുന്നിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് എങ്ങനെ നെയ്യ് എടുക്കാം, നാടൻ പാൽ കൊണ്ട് നമ്മൾ കുറഞ്ഞ പാലിൽ തന്നെ ഒരുപാട് നെയ്യ് എടുക്കണ ഒരു ഐഡിയ ആണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ ഏകദേശം 1.5 മാസത്തെ പാലിൻ്റെ ക്രീമാണ് കേട്ടോ ഞാൻ ഫ്രീസറിൽ തന്നെ ബോക്സുകളിലാക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്കിതിന് ഒരുപാട് ഐസിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. കണ്ടമാനം ഐസ് വേണം. അപ്പോഴാണ് ശരിക്കും അടിപൊളിയായിട്ട് നമുക്കൊരു തുള്ളി പോലും പുറത്ത് പോവാണ്ട് ഫുൾ ക്രീമിൽ നമുക്ക് നെയ്യും ബട്ടറൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിതാ മിക്സിൻ്റെ ജാറെടുത്ത് ആദ്യം കുറച്ച് ഐസിൻ്റെ കട്ടിട്ട് കൊടുത്തു. അതിന് ശേഷം അത് ഒരു ബോക്സിൽ നിന്ന് പകുതി ഞാൻ ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ല ഐസിൻ്റെ വെള്ളമാണ് കേട്ടോ ഒഴിക്കണത്. അത്യാവശ്യം നന്നായിട്ട് ഐസ് വേണം കേട്ടോ. അപ്പോൾ ഇന്നലെ തുടങ്ങിയിട്ട് തന്നെ നന്നായിട്ട് ഐസിൻ്റെ ഓരോ പാത്രങ്ങളുടെ ഐസ് ഫ്രീസറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഫസ്റ്റിൽ തന്നെ കണ്ടില്ലേ, നന്നായിട്ട് നമുക്ക് ഉരുട്ടി വലിയ ഉണ്ടന്നെ എടുക്കട്ടെ. ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് നമുക്കിങ്ങനെ ഇത് ചെയ്യാനായിട്ട് തോന്നും കേട്ടോ. ഞാൻ എപ്പോഴും രാത്രിയിലാണ് ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യൽ. അപ്പോൾ നമുക്ക് ഈ ഒരു പണി ചെയ്യുമ്പോൾ നമ്മളിടക്ക് ഓടിപ്പോകാൻ പറ്റൂല. അപ്പോൾ അത് കാരണം എല്ലാ ജോലിയും കഴിഞ്ഞ് രാത്രിയാണ് ഈ ഒരു പരിപാടി കേട്ടോ. ഇത് കഴിയുമ്പോഴേക്കും നമ്മൾ കൈയൊക്കെ മരവിച്ചിട്ടുണ്ടാകും. കാരണം കണ്ടമാനം ഐസിലാണ് കേട്ടോ ഈ ഒരു കളി. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ലിറ്റർ പാലാണ് ഞങ്ങൾ വാങ്ങിക്കുന്നത്. നാടൻ പാലിൽ നിന്ന് അത് കിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ഒരിക്കലും കവർ പാലിൽ നിന്ന് ഇങ്ങനെ നെയ്യ് കിട്ടില്ല. അപ്പം ഞങ്ങൾ ആകെ ഒരു ലിറ്റർ പാലാണ്. പക്ഷെ അതിൽ നിന്ന് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒരു മാസം നമുക്ക് ഭയങ്കര ലാവിഷായിട്ട് തന്നെ നമുക്ക് നെയ്യ് ഉപയോഗിക്കാം കേട്ടോ. കുട്ടികൾക്ക് കൊടുക്കാനും പലഹാരങ്ങൾക്കും പിന്നെ ബിരിയാണി ഐറ്റംസൊക്കെ വെക്കാനും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് കിട്ടും കേട്ടോ. ഞാൻ ഓരോ പ്രാവശ്യം ഇങ്ങനെ പിന്നെ നെയ്യ് എടുത്തിട്ട് അത് തീരുമ്പോഴാണ് ഞാൻ അടുത്ത ക്രീം ഇതുപോലെ ചെയ്യുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് അടിപൊളിയായിട്ടുള്ള നെയ്യ്, നല്ല സ്മെല്ലും. കാരണം ഒരിക്കലും കെമിക്കലില്ലാത്തൊരു നെയ്യ് നമുക്ക് ഒരിക്കലും പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടില്ല. കാരണം എത്ര നാടൻ നെയ്യാണെന്ന് പറഞ്ഞാൽ പോലും അതിൽ നമ്മളൊരു കെമിക്കൽ ഉണ്ടാകും. നമ്മളെപ്പോഴും നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും എപ്പോഴും. പിന്നെ നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കണം. പ്രത്യേകിച്ച് നമുക്ക് ബിരിയാണിയിലേക്ക് നമ്മൾ അത്രയും ശ്രദ്ധിക്കില്ല. പക്ഷേ നമ്മൾ ചെറിയ കുഞ്ഞു മക്കൾക്കൊക്കെ നെയ്യൊക്കെ കൊടുക്കണതാണ്. അപ്പോൾ നമുക്ക് വിശ്വസിച്ചിട്ട് കൊടുക്കാൻ പറ്റുന്നത് നമ്മളെ വീട്ടിലുണ്ടാക്കണ നെയ്യ് മാത്രമാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇത്തിരി കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല കേട്ടോ. കുറച്ച് നേരം അതിന് മെനക്കെടണ്ടല്ലോ. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് ഭയങ്കര ഒരു അടിപൊളി റിസൾട്ടാണ് കേട്ടോ. ഇത് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സംതൃപ്തിയാണ്. കാരണം നമ്മൾ ആ നെയ്യും ആ ബട്ടറും ഒക്കെ നമുക്കത് കാണുമ്പോൾ അല്ലേ ഭയങ്കര ഒരു ഇഷ്ടം തോന്നും. അപ്പോൾ ഞാനൊരു ദിവസം നോമ്പിൻ്റെ മുമ്പ് ഞാൻ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ഇപ്പോഴാണ് കേട്ടോ കഴിഞ്ഞത്. അപ്പോൾ അതിന് ശേഷമാണ് ഞാനിപ്പോൾ എല്ലാം റെഡിയാക്കി വെക്കണത്. അപ്പോൾ ഓരോ ദിവസം കിട്ടണത് നമ്മൾ ഫ്രീസറിൽ തന്നെ വെക്കണം കേട്ടോ. ഈ ക്രീം താഴെ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്മെല്ലൊക്കെ വന്ന് പിന്നെ ചീത്താവും. പിന്നെ നമുക്കതൊന്നിനും പറ്റൂല. പക്ഷെ ഞാൻ ഈ ഒരു ഒരുപാട് വെള്ളം ഉപയോഗിക്കില്ല കേട്ടോ. അടിക്കുമ്പോൾ ഞാൻ ഈ ഒരു ജാറിലുള്ള വെള്ളത്തിൽ മാത്രം ഇട്ടിട്ടാണ് ഞാൻ ഇത്രയും ക്രീം ഉണ്ടാക്കുക കേട്ടോ. കാരണം ഞാനത് വെള്ളം കുറയുമ്പോൾ ഐസിൻ്റെ കട്ട മാത്രം ഇട്ട് കൊടുക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഒരുപാട് വെള്ളം വേസ്റ്റായിട്ട് പോവില്ല. പിന്നെ പറയുമ്പോൾ ഇതുപോലെ തന്നെ ഇങ്ങനെ അടിച്ചെടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ പോവില്ല, നമുക്ക് ഫുള്ളും കിട്ടും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് തന്നെ ഐസ് ഇട്ട് കൊടുക്കും വീണ്ടും. അപ്പോൾ നമുക്ക് ലാസ്റ്റ് വരുന്ന ഇത് നല്ല കട്ടിയുള്ള മോരാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ആ ജാറിലേക്ക് ഐസിൻ്റെ കട്ടനെ ഞാൻ ഇട്ട് കൊടുക്കുള്ളൂ. അപ്പോൾ ഐസിൻ്റെ കട്ടയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് നല്ല കട്ടിയായിട്ടുള്ള ഇതാട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഉണ്ടായിട്ട് വരും കേട്ടോ. നല്ലൊരു കട്ടിയായിട്ട് വരും. എന്നിട്ട് നമ്മളതൊരു പാത്രത്തിൽ ഞാൻ ഐസിൻ്റെ വെള്ളം വെച്ചിരിക്കുകയാണല്ലോ. ഐസിൻ്റെ കട്ടട്ട വെള്ളമാണ്. അതിലേക്കും കൂടി ഇടുമ്പോൾ അല്ലേ നല്ല കരിങ്കല്ല് പോലെ ഇരിക്കും. അത്രയും നല്ല കട്ടിയായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മളിതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. കുറച്ച് നേരം നമ്മൾ മെനക്കെട്ടാൽ നമ്മളെ ഫാമിലിക്ക് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒട്ടും കെമിക്കലില്ലാത്ത അടിപൊളിയായിട്ടുള്ള പിന്നെ നെയ്യും ബട്ടറും ഒക്കെ നമ്മൾക്ക് ഇപ്പോൾ ഉള്ള കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. ബട്ടറൊക്കെ നല്ലതുമാണ് കേട്ടോ. ബട്ടറൊക്കെ എപ്പോഴും കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കണമൊക്കെ നല്ലതുമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയല്ലേ. അപ്പോൾ ഞാനിത് ഓരോന്നും ഉണ്ടായിട്ട് ഞാൻ ഇരുമ്പിൻ്റെ ചട്ടി ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ 2-3 വെള്ളത്തിൽ മുക്കി എടുത്ത് കഴുകിയിട്ടാണ് ഞാൻ ഈ ഒരു ചട്ടിയിലേക്ക് വെക്കണം കേട്ടോ. ഇനി ലാസ്റ്റ് അതിൽ നിന്ന് നമുക്ക് ഞെക്കി പിഴിഞ്ഞൊക്കെ എടുക്കണം. അപ്പോൾ ഞാനിങ്ങനെ ജാറിയിൽ നിന്ന് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കണ്ട കേട്ടോ. പിടിപിടിയാനെ ചെയ്യണ്ട. ഞാൻ എല്ലാ ജോലിയും കഴിഞ്ഞിട്ടാണ് ചെയ്യണം കേട്ടോ. കാരണം എനിക്ക് ഇതിൻ്റെ ഇടയിൽ കൂടി ഒന്നും ഇഷ്ടമല്ല. കാരണം ഇങ്ങനെയുള്ള ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഇടയിലൊന്നും പോകാൻ പറ്റില്ല കേട്ടോ. കാരണം ഇത് തീർത്ത് വെക്കണം.
അപ്പോൾ കുറച്ച് നേരം ഒരു 3-4 മണിക്കൂറത്തെ പിന്നെ സമയമാണ് കേട്ടോ ഇതിന്. നമ്മളിതൊക്കെ കഴുകി വെക്കണ എല്ലാ ജോലിയാണ് ഞാൻ പറയണത്. എല്ലാം ക്ലിയറാക്കി നമുക്ക് ഏകദേശം ഒരു 4 മണിക്കൂറൊക്കെ ആവട്ടെ. പക്ഷേ ആ 4 മണിക്കൂർ കൊണ്ട് നമുക്ക് കുറേ നാളത്തേക്ക് നമുക്ക് നെയ്യ് കിട്ടും കേട്ടോ. നെയ്യും ബട്ടറും അതുപോലെ തന്നെ മോരും ഒക്കെ കേട്ടോ. പിന്നെ നമ്മൾ പാക്കറ്റ് പാൽ ഞാൻ വാങ്ങിക്കണത്, തൈര് ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ പാക്കറ്റ് പാൽ എടുക്കും കേട്ടോ. ഈ ഒരു പാല് ഐതുകുട്ടനും ചിപ്പും ഒക്കെ ചായ ഉണ്ടാക്കിയിട്ടും ചിപ്പ് പാലായിട്ട് കുടിക്കാറില്ല കേട്ടോ. അവളും ചായ ആയിട്ടാണ് കുടിക്കൽ. പിന്നെ നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ പാൽപ്പൊടിയും അതുപോലെ തന്നെ പാക്കറ്റ് പാലുമാണ് കേട്ടോ നമ്മൾ ഗസ്റ്റിനൊക്കെ കൊടുക്കണേ. പക്ഷേ ഈ ഒരു പാല് നമ്മൾ കുട്ടികൾക്കായിട്ട് വാങ്ങിയതാണ്. ഇത് മോനിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാല് കുറേശ്ശെ കൊടുക്കും കേട്ടോ. ഭയങ്കര വെള്ളമാക്കിയിട്ട് തന്നെ കൊടുക്കൽ, കഫക്കെട്ടൊക്കെ വരുമേ. അപ്പോൾ നമ്മൾ വെള്ളം പകുതി പാലാണെങ്കിൽ പകുതി വെള്ളം ചേർത്ത് ആ രീതിയിലൊക്കെയാണ് കൊടുക്കണത്. പക്ഷേ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഉണ്ടല്ലോ, ഞാൻ ആ മോര് ലാസ്റ്റ് ഉണ്ടല്ലോ അതും കൂടി അടിച്ച് അതിൽ നിന്ന് പോലും ഞാൻ ബട്ടർ ഇങ്ങനെ തെക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു പൊട്ട് പോലും പോവില്ല. അതാണ് അത്ഭുതമാണ്. നമ്മളിതൊക്കെ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ഭയങ്കര തൃപ്തിയാട്ടോ. അപ്പോൾ ഞാനിത് വലിയൊരു തൂക്കാത്രത്തിലേക്ക് ഈ ബാക്കിയുള്ള എല്ലാം മോര് ഒഴിച്ച് വെച്ച് ആ തൂക്കാത്രത്തിൽ നിന്ന് ഞാൻ മോളിൽ നിന്ന് ഇങ്ങനെ പാറി നിൽക്കണത് കൈകൊണ്ടൊക്കെ വടിച്ചെടുത്തു കേട്ടോ. അതങ്ങനെ ഇത് ഐസ് വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ നല്ല തണുത്ത വെള്ളത്തിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടോ. അപ്പോൾ ഉപ്പ് നന്നായി ഒന്ന് മുന്നിട്ട് നിൽക്കണം കേട്ടോ. അപ്പോഴാണ് ബട്ടറിന് നല്ലൊരു ഉപ്പിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരുള്ളൂ. ഇനി നന്നായിട്ട് ഇളക്കി ഒന്ന് അലിച്ചതിന് ശേഷം നമുക്ക് ബട്ടറിന് ആവശ്യമുള്ള ആ ഒരു ഇത് നമുക്ക് ഇതിലിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഇവിടെ ചിപ്പുകുട്ടനും ഇതുപോലൊക്കെ നന്നായിട്ട് ബട്ടറൊക്കെ കഴിക്കൂട്ടോ. ചില്ലുമൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ ഞാനിന്ന് അത്യാവശ്യം ബട്ടറും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ആ ഒരു ഐസിൻ്റെ വെള്ളത്തിൽ കിടന്നിട്ട് ഇത് ഇങ്ങനെ ഞെക്കി പിഴിഞ്ഞ് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് ഈ ഉപ്പിൻ്റെ അംശം എല്ലാ ഭാഗത്തേക്കും വരുള്ളൂ. അപ്പോഴാണ് നമുക്ക് സാൾട്ട് ബട്ടർ കിട്ടുള്ളൂ കേട്ടോ. നന്നായിട്ട് ഞെക്കി എടുക്കണം കേട്ടോ. ഒരു പൊട്ട് പോലെ നല്ല ശരിക്കും നമ്മൾ മാവ് കുഴച്ച് മൈദയൊക്കെ കുഴച്ചെടുക്കണ പോലെ തന്നെ കുഴച്ചെടുക്കുക. അങ്ങനെ ഞാൻ ബട്ടർ റെഡിയാക്കി. ഇനി നമുക്ക് എന്താ പറയുക, ഇത് ഒരുമിച്ച് അങ്ങനെ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും നമ്മൾ പിന്നെ ഇതിങ്ങനെ ഫുള്ള് മെൽറ്റാക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇതുപോലെ അങ്ങനെ ഓരോ ബോൾസ് ആക്കിയിട്ട് ഏകദേശം ഒരു ടേബിൾ സ്പൂണിൻ്റെ അത്രയും എടുത്തിട്ട് ഓരോ ബോൾസ് ആക്കിങ്ങാണ്ട് ഇങ്ങനെ വലിയൊരു പരന്ന ട്രേയിൽ വെച്ചിട്ട് നമ്മളിത് ഫ്രീസറിൽ വെച്ചിട്ട് കട്ടിയാക്കി എടുക്കും കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഇനി കുക്കിങ്ങിന് ആണെങ്കിലും കുട്ടികൾക്ക് ആവശ്യത്തിനാണെങ്കിലും ഓരോ കട്ടെടുത്തിട്ട് തണുപ്പ് ഉപയോഗിക്കാറില്ല കേട്ടോ. നമ്മൾ ഇത് കുറച്ച് നേരം പുറത്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ആക്കണമെന്നാണ് ഏറ്റവും സൗകര്യം. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഓരോ ബോൾസ് ഓരോ പാത്രത്തിലേക്ക് വെച്ച് ഇതിൻ്റെ തണുപ്പൊന്ന് ആറുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ആ ലാസ്റ്റുള്ള ആ മോരത്തെ ആ ഒരു ബട്ടർ പോലും എടുത്തു കേട്ടോ. ഒരു പൊട്ട് പോലും നമുക്ക് പുറത്ത് പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾ കുറച്ച് മെനക്കെടുകയാണെങ്കിൽ നമ്മളെ ഫാമിലിക്കൊക്കെ അടിപൊളിയായിട്ട് കൊടുത്തൂടെ. ഇതിങ്ങനെ ഫ്രീസറിൽ വെച്ചു കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇന്നത്തെയും ഇന്നലത്തെയും മിനിയാന്നത്തെയും ഇന്നലത്തെയും പിന്നെ ക്രീം എടുത്തിട്ടില്ല. ഇന്നത്തെ പാല് ഞാൻ കട്ടിയാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ മുമ്പുള്ളതാണ് ഞാനിപ്പോൾ ചെയ്തു വെച്ചത്. അതിനി നമുക്ക് ഏതായാലും ഈ ഒരു നെയ്യ് തീരുമ്പോൾ മാത്രമേ ഞാൻ എടുക്കാം കേട്ടോ. അപ്പോൾ ഉണ്ടോ ഇന്ന് വാങ്ങിച്ച പാല് ഞാൻ അങ്ങനെ വെച്ചതാണ് കേട്ടോ. ഇനി ഇത് രാത്രി പിറ്റേ ദിവസമൊക്കെ എടുക്കുമ്പോൾ നന്നായിട്ട് കട്ടിയാവും. അങ്ങനെ അത് ഫ്രീസറിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യിൻ്റെ പണി നോക്കാം കേട്ടോ. അപ്പം ഞാനിതാ നന്നായിട്ട് ഞെക്കിപ്പിഴിഞ്ഞതിൻ്റെ പാലിൻ്റെ അംശം മാക്സിമം കളയണം കേട്ടോ. അപ്പോഴാണ് നെയ്യിന് നല്ല സ്മെല്ല് വരുള്ളൂ. അല്ലെങ്കിൽ ഒരു പുളിച്ച മണമൊക്കെ വരും, ചീത്തയൊക്കെ ആവാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പം മാക്സിമം നമ്മൾ പാലിൻ്റെ അംശമൊക്കെ കളയണം. ഇനി ഞാൻ അടുപ്പത്ത് വെച്ച് സ്റ്റവ് ഓണാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് പിന്നെ ഇതായിട്ട് വരും കേട്ടോ. അപ്പം ഞാൻ നമ്മൾ ആ മോരെടുത്തതിലേക്ക് കുറച്ച് പിന്നെ തൈര് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഒഴിച്ച് വെക്കാനായിട്ട് നന്നായിട്ട് ഇളക്കി അതവിടെ മൂടി വെച്ചാൽ അടിപൊളിയായിട്ടുള്ള മോര് കിട്ടും കേട്ടോ. അപ്പോൾ അതാ നമ്മളെ നെയ്യ് ഇതാ ഉരുകി വരുന്നുണ്ട് കേട്ടോ അടിയിൽ നിന്ന് ഇങ്ങനെ. അപ്പം ഞാൻ ആദ്യം ഇത്രയും ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. അപ്പം ഞാൻ വലിയൊരു ഇരുമ്പിൻ്റെ ചട്ടി തന്നെയാണ് എടുത്തത് കേട്ടോ. ഇത് എന്താ പറയുക, ഈ ചട്ടി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇളക്കിക്കൊണ്ട് ഇരുന്നില്ലെങ്കിൽ കാരണം മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എപ്പോഴും കേട്ടോ. കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് തൂവിയിട്ട് നമുക്ക് ഇളക്കിയാലൊന്നും നിൽക്കാത്ത രീതിയിൽ പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കും.
അപ്പോൾ അതുകൊണ്ട് എപ്പോഴും തീ കൂട്ടിയും കുറച്ചും ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് ചെയ്യാൻ. ഇതിൻ്റെ കറക്റ്റ് ആ മഞ്ഞ കളർ കിട്ടും വേണമല്ലോ നമുക്ക്. അതുകൊണ്ട് ഒരിക്കലും കരിയാനും പാടില്ല. അടിയൊക്കെ കരിഞ്ഞ് പിടിച്ചാൽ നെയ്യിൻ്റെ മണമൊക്കെ വേറെ ആയി പോകട്ടോ. അപ്പോൾ നമുക്ക് ഒരിക്കലും അങ്ങനെ കിട്ടൂല. ഇപ്പോൾ ഇത് ആ പാലിൻ്റെ ഒരു ഇത് പോയി, ഇപ്പോൾ ഇത് ലൈറ്റ് മഞ്ഞായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ കളറൊക്കെ പോകട്ടോ. ഈ വൈറ്റ് മുകളിൽ നിൽക്കുന്ന ഈ പാടൊക്കെ മാറിയിട്ട് ശരിക്കും നല്ല എണ്ണ നല്ല തെളിഞ്ഞ് നല്ലൊരു കളറായിട്ട് വരും. അപ്പോൾ മാക്സിമം അടിക്കട്ടിയുള്ള പാത്രം അല്ലെങ്കിൽ നല്ല നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ എടുക്കണം കേട്ടോ. എപ്പോഴും നമ്മൾ നെയ്യൊക്കെ ആക്കുമ്പോൾ വലിയ പാത്രത്തിൽ വേണം ചെയ്യാൻ കേട്ടോ. കാരണം ഇത് നിറഞ്ഞ് തൂവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും എടുത്തില്ലേ, ഇതിൻ്റെ അടുത്തുനിന്ന് പോകാണ്ട് തന്നെ നോക്കി ഇതിൽ തന്നെ ഞാൻ റെഡിയാക്കി എടുത്തു കേട്ടോ. അത് നന്നായിട്ട് തിളക്കണ്ട. ഇപ്പം നല്ലൊരു കുറുകിയ പരുവാട്ടോ. ഇനി കുറുകിയ പരുവം പോയിട്ട് ശരിക്കൊരു ഗ്ലാസ് ടൈപ്പിൽ വരും. നല്ലൊരു ഇപ്പോൾ ഈ അടിയിലേക്ക് കക്കനൊക്കെ അതിൻ്റെ ആ പാലിൻ്റെ അംശമൊക്കെ അടിയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഇനി അത് നല്ല മണൽ പരുവാവണം കേട്ടോ. ഒരുപാട് കരിയാൻ പാടില്ല. അപ്പോൾ നമ്മൾ നെയ്യിൻ്റെ ആ ഒരു കറക്റ്റ് ആർക്കേജിൻ്റെ ഒക്കെ ആ ഒരു ഇത് കിട്ടും കേട്ടോ. നമ്മൾ ഇത് കറക്റ്റായിട്ട് എടുക്കുകയാണെങ്കിലേ ഏറ്റവും നല്ലൊരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം നമ്മൾ മക്കൾക്ക് ഇഷ്ടം പോലെ നെയ്യും കാര്യങ്ങളും നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാലും നമ്മൾ മക്കൾക്ക് കൊടുക്കാമല്ലോ. നല്ല നെയ്യും കാര്യങ്ങളൊക്കെ നമ്മളെ ബിരിയാണിയിലൊക്കെ കുറച്ച് നെയ്യ് ഒഴിച്ചാൽ തന്നെ നല്ലൊരു മണം കേട്ടോ. അപ്പോൾ അതാ ഞാൻ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. അപ്പോൾ നെയ്യ് രാത്രി ഉണ്ടാക്കി വെച്ചു. ഇത് ഫ്രീസറിലും വെച്ച് കിടന്നിട്ടുണ്ടായിരുന്നു. രാവിലെ എണീച്ചപ്പോൾ തന്നെ നമുക്കിത് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പം നമ്മൾ ഈ ബട്ടർ റെഡിയാക്കിയത് ഞാൻ നല്ലൊരു ബോക്സിലാക്കി വെച്ചോട്ടെ. അപ്പം ഇനി നമുക്ക് ആവശ്യത്തിന് കുക്കിങ്ങിനും കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ ഓരോ ബോൾസൊക്കെ എടുത്തിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഏകദേശം 1 കിലോനുണ്ട് കേട്ടോ മറ്റേ ബട്ടർ. 1 കിലോന് നെയ്യും ഉണ്ട് കേട്ടോ. അത്രയും നെയ്യ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചൊഴിക്കാം കേട്ടോ. ഞാൻ ഇത് പാത്രത്തിലാക്കി വെച്ചിട്ടാണ് നാസ്തൻ്റെ പരിപാടിയൊക്കെ നോക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. ഇതൊരു ലിറ്ററിൻ്റെ ഭരണിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചധികം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ 1 ലിറ്ററാണെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ ഞാൻ വേറൊരു 350 ml ഒരു അച്ചാറിൻ്റെ ഒരു കുപ്പി കേട്ടോ. അപ്പോൾ അതും കഴുകി നന്നായിട്ട് തുടച്ച് എടുക്കണം കേട്ടോ. ഞാനിത് തലേ ദിവസം തന്നെ വെയിലത്തൊക്കെ വെച്ച് ഉണക്കിയ ജാറാണ് കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും നെയ്യൊക്കെ ഉള്ളതല്ലേ ചീത്തയായി പോവേ. അപ്പം നമ്മൾ കറക്റ്റായിട്ട് വെക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഞാനെപ്പോഴും ഈ വലിയ പാത്രത്തിൽ അങ്ങനെ എല്ലാ സ്പൂണും ഇടൂല കേട്ടോ. ഞാൻ ഇപ്പോൾ ഈ ഒരു നെയ്യ് കഴിഞ്ഞാൽ ഇതിലേക്ക് കുറേശ്ശെ മാറ്റിയാണ് ഞാൻ നെയ്യ് ഉപയോഗിക്കൽ. അപ്പോൾ അതിൻ്റെ ആ ഒരു കക്കൊക്കെ അങ്ങനെ ഇതായിട്ട് ഏകദേശം ആ ചെറിയൊരു അരിപ്പയിൽ നിറച്ചുണ്ട് കേട്ടോ. ഇതൊന്നിനും പറ്റില്ല കേട്ടോ. ഇത് നമുക്ക് പുറത്ത് കളയാനേ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഞാൻ കളഞ്ഞ് അത്യാവശ്യം നമുക്ക് അൽഹംദുലില്ലാ നെയ്യൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ മക്കൾക്കൊക്കെ നല്ല നെയ്യും നമ്മളെ വീട്ടാവശ്യത്തിനൊക്കെ ചെയ്യാമല്ലോ, കെമിക്കലില്ലാത്ത. അപ്പോൾ അടിപൊളിയല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.